ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്കാണ്. തൃശൂരിൽ പെട്രോൾ പമ്പിൽ തീപിടുത്തം. കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് സമീപത്തെ പെട്രോൾ പമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഇതര സംസ്ഥാനക്കാരൻ സിഗരറ്റ് വലിക്കുന്നതിനിടയിൽ സമീപത്തെ ഗ്യാസിന് തീപിടിക്കുകയായിരുന്നു. തീ അണച്ചെങ്കിലും വാതക ചോർച്ച പരിഹരിക്കാനായില്ല. ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീകുമാരൻ, വലിയൊരു അനാസ്ഥയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ സിഗരറ്റ് ഈ പെട്രോൾ പമ്പിന് സമീപം വലിച്ചു വലിയൊരു അപകടത്തിലേക്ക് വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇതര സംസ്ഥാനക്കാരനെ പോലീസ് ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോഴും ആ ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. ആ ദൃശ്യങ്ങളാണ് 24 പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു നീക്കം നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സാർ, ഇപ്പോൾ എന്താണ് ഇത് എത്ര പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. സാർ, ഫയർ ഓഫീസറാണ്. എത്ര പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നു? അല്ല, ഇതിപ്പോൾ നമുക്കൊരു 15 മിനിറ്റിൽ തന്നെ അവർ ടെക്നീഷ്യൻസ്മാർ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് പറഞ്ഞത്? ഇത് നിലവിൽ ഇതിൻ്റെ അകത്തുള്ള ഒരു ചെറിയ സ്ക്രൂവിൽ ലീക്കുണ്ട്. ആ ലീക്കിനെ തുടർന്ന് ഉണ്ടായിരുന്ന CNG ഗ്യാസ് ഉന്നത മർദ്ദത്തിൽ പുറത്തേക്ക് പോകുന്നതാണ്. ഇപ്പോൾ ഭീതിപ്പെടുത്തുന്ന ഒരു സംവിധാനം ഇല്ല. നമ്മളിപ്പം ഏരിയ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വരുന്നത് വരെ ഈ ഐസൊലേറ്റ് ചെയ്ത ഏരിയ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക, അതിനുശേഷം സ്ക്രൂ ടൈറ്റ് ആക്കുക. അതാണ് ചെയ്യുന്നത്. ഈ ഇതര സംസ്ഥാനക്കാരൻ സിഗരറ്റ് വലിക്കുന്നതിനിടെ തീ പടർന്നു എന്നാണ് പറയുന്നത്. അല്ല, നിലവിൽ അത്തരം ഇൻഫർമേഷനിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരിശോധിച്ച ശേഷം പറയാം. പ്രധാനമന്ത്രി നാളെ വരികയാണ്. എത്രത്തോളം നമ്മൾ ആ ഒരു സുരക്ഷ ഒക്കെ നമ്മുടെ മുൻപിലുണ്ട്? അത് എങ്ങനെ അത് അത്തരത്തിന് സുരക്ഷാ പ്രാധാന്യം കണക്കിലെടുക്കുന്നതുകൊണ്ടാണ് ഒന്നിലധികം യൂണിറ്റുകളുമായിട്ട് ഈ ഒരു കാര്യത്തിന്. ഇവിടുന്നൊക്കെ യൂണിറ്റ് വന്നിട്ടുണ്ട്. നിലവിൽ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഏകദേശം 3 യൂണിറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഓഫീസിൽ. ഇത് മതിയാവുമോ? മതിയാവും. അതാണ് പറയുന്നത്. പക്ഷേ നാളെ പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരികയാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഏതാണ്ട് പോലീസ് ഒരുക്കിയിരിക്കുന്ന മേഖലയാണ്, പ്രധാനപ്പെട്ട മേഖലയാണ്. അതായത് KSRTC ബസ് സ്റ്റാൻഡാണ് തൊട്ട് പുറകിൽ കാണുന്നത്. ഇത് ഇന്ത്യൻ ഓയിലിന്റെ പമ്പാണ്. KSRTC തൊട്ട് സമീപത്താണുള്ളത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് KSRTCയുടെ ഉല്ലാസ സവാരി ബസ്സാണ് കാണുന്നത്. ആ മേഖലയിലാണ് ഇത്തരത്തിൽ ഗ്യാസിന്റെ ഒരു ലീക്കേജ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിഗുരുതരമായ പ്രശ്നമാണ്. ഈ മേഖലയിലെ റോഡ് മുഴുവൻ പൂർണ്ണമായി ബ്ലോക്ക് ചെയ്താണ് പോലീസിന്റെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായി ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പോലീസ് സംവിധാനങ്ങൾ ഈ മേഖലയിലേക്ക് വരുന്നുവെന്നാണ് പറയുന്നത്. ഒരു ഇതര സംസ്ഥാനക്കാരന് അദ്ദേഹം സിഗരറ്റ് വലിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഗ്യാസിന്റെ ലീക്കേജ് ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തന്നെ കൈക്ക് തീ പടരുകയായിരുന്നു. ആ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. ശരി, തൃശൂരിൽ നിന്ന് ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിയത്. വാതക ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ്. ഉടൻ തന്നെ അത് പരിഹരിക്കുമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് പങ്കുവയ്ക്കുന്നത്. ഏതായാലും നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയാണ്. ആ സുരക്ഷാ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതിവേഗം തന്നെയാണ് ഇത്തരത്തിൽ വാതക ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കുന്നത്. ശ്രീകുമാരൻ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വലിയൊരു അപകടമാണല്ലേ ഒഴിവായത്? തീർച്ചയായും വലിയൊരു അപകടം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഒഴിവായിരിക്കുന്നത്. ഏതാണ്ട് ഒരു 15 മിനിറ്റിനകം ഇതിന്റെ ടെക്നീഷ്യന്മാർ വരാതെ ഒരു ഘട്ടത്തിൽ പോലും ഈ മേഖലയിൽ നിന്ന് മാറാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്ന് ഈ ചോർച്ച ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് അടുത്തു നിന്ന് മാറി നിൽക്കാനാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും അറിയിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ KSRTC ബസ് സ്റ്റാൻഡ് ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ ബിനീഷ് ബാബുരാജ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് ഇന്ത്യൻ ഓയിലിന്റെ പമ്പാണ്. ആ മേഖലയിലാണ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രദേശത്തേക്ക് വരാനിരിക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരു മേഖലയിൽ ഒരുക്കി കാത്തിരിക്കുകയാണ്. ആ പ്രദേശത്തിന്റെ ഏതാണ്ട് ഒരു KSRTC എന്നാൽ ഏതാണ്ട് 200 മീറ്റർ അപ്പുറത്താണ് ഈ ഒരു മേഖല ഉള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യമാണ് നടക്കുന്നത്. ഈ റോഡ് മുഴുവൻ നമ്മൾ ആ ദൃശ്യങ്ങൾ ക്യാമറമാൻ ബിനേഷ് ബാബുരാജ നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് കാണിച്ചു തരികയാണ്. അവർ ആ പ്രദേശത്തെ മുഴുവൻ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്താണ്. പ്രധാനപ്പെട്ട റോഡാണ്, KSRTCയുടെ പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്താണ് ഈ മേഖലയിൽ അവർ പൂർണ്ണമായി അവർ ആ രക്ഷാപ്രവർത്തനം, അല്ലെങ്കിൽ ആ ഒരു ഗ്യാസ് ലീക്കേജ് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാളെ രാവിലെ നാളെ വൈകുന്നേരത്തോടുകൂടി പ്രധാനമന്ത്രി ഈ മേഖലയിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോഴും ആ ഗ്യാസ് ലീക്കേജ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇപ്പോഴും ആ ഗ്യാസ് ലീക്കേജ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ
പൂർണ്ണമായി വ്യക്തമാണ്. ഇപ്പോഴും ടെക്നീഷ്യന്മാർ എത്തിയിട്ടില്ല. ടെക്നീഷ്യന്മാർ എത്തിയാൽ ഉടൻ തന്നെ പൂർണ്ണമായി അത് പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആളുകളെ പൂർണ്ണമായി പോലീസ് ഈ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഈ മേഖലയിൽ ഉള്ള ഹോട്ടലുകളടക്കമുള്ള ആളുകൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും പുറത്തേക്കുള്ള അടുപ്പുകൾ പ്രവർത്തിക്കരുത് എന്ന കർശനമായ നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഘട്ടത്തിലുണ്ട്. കർശനമായ സുരക്ഷ ഈ മേഖലയിൽ പൂർണ്ണമായി ഒരുക്കിയിരുന്നു. തൃശൂർ നഗരം ഏതാണ്ട് ഈ KSRTCയുടെ പരിസരം പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നിയന്ത്രണത്തിലായി കഴിഞ്ഞു. നാളെ രാവിലെ കൂടി ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് തൃശ്ശൂരിൽ നിന്ന് തന്നെ ഈ മേഖലയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി ഉള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡുണ്ട്, KSRTC ബസ് സ്റ്റാൻഡുണ്ട്. നിരവധി ആളുകളാണ് ഈ മേഖലയിൽ. ശ്രീകുമാരൻ, അതുപോലെ തന്നെ വലിയ ആളുകളൊക്കെ തന്നെ അവിടെ ഉണ്ടോ? എത്ര നേരം, ഏകദേശം എത്രത്തോളം നേരമെടുത്ത് ഇത് പൂർത്തീകരിക്കാനാകും, ഈ വാദ ചോർച്ച പരിഹരിക്കാനാകുമെന്നാണ് അറിയുന്നത്? അതുപോലെ തന്നെ റോഡ് തടസ്സപ്പെടുത്തിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് എത്ര നേരം നീണ്ടു നിൽക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്? 15 മിനിറ്റ് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ടെക്നീഷ്യന്മാർ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ഇനിയും കൂടുതൽ സമയമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്തു നിന്ന് ഫയർഫോഴ്സിന്റെ പ്രതികരണം കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. ഏതാണ്ട് ഒരു 15 മിനിറ്റ് എന്നാണ് പറയുന്നത്. അണ്ടർ കൺട്രോൾ എന്നാണ് പറയുന്നത്. സർ, പൂർണ്ണമായി വെള്ളമൊഴിച്ച് അണ്ടർ കൺട്രോൾ എന്നുള്ള തരത്തിലേക്ക് പറയാൻ പറ്റുമോ? അല്ല, ഏകദേശം കൺട്രോളാണ്. നമ്മൾ ഈ നിലവിൽ ഇപ്പം ഇനി ടെക്നീഷ്യൻ വരാവുന്ന ഒരു ചെറിയൊരു മേഖല, ഒരു ഡിലേ ഉണ്ട്. ഇതുവരെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണമല്ലോ. അത് നമ്മൾ ഒന്ന് ജസ്റ്റ് അത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇപ്പോൾ വരുന്നാ പറഞ്ഞത്? ഇപ്പോൾ വരും. അതേ ഒരു പുഴയ്ക്കൽ നിന്ന് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയം മാത്രം. ഈ വാൽവിന്റെ ലീക്കേജ് മാത്രമേ? വാൽവിന്റെ ലീക്കേജ് അങ്ങനെ ഇപ്പോൾ ഭയാനകമായ രീതികളൊന്നുമില്ല ഇവിടെ. ഭയാനകമായ രീതിയിൽ ഒന്നുമില്ല എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നിയന്ത്രണത്തിലാണ് ഈ മേഖല പൂർണ്ണമായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നാളെ രാവിലെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഇന്ന് പൂർത്തീകരിച്ചു കഴിഞ്ഞു. നാളെ വൈകിട്ടോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ലീക്കേജ് അല്ലെങ്കിൽ ഒരു അപകടം ഈ മേഖലയിൽ നടന്നിരിക്കുന്നത്. ഇതര സംസ്ഥാനക്കാരന് കൈക്ക് ചെറുതായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിൽ എത്തിക്കഴിഞ്ഞു. ഫയർഫോഴ്സ് ശ്രമകരമായ ദൗത്യമാണ്. എത്രയും പെട്ടെന്ന് 3 യൂണിറ്റ് ആണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിന്റെ പൂർണ്ണമായ സജ്ജീകരണങ്ങൾ ഈ മേഖലയിൽ എത്തിക്കഴിഞ്ഞു. സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും അടക്കമുള്ള മുഴുവൻ ആളുകളും ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഭയാനകമായ രീതിയിലുള്ള സംവിധാനങ്ങളൊന്നുമില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. പക്ഷേ അതുവരെ ആ ഫയർഫോഴ്സ് ഈ ടെക്നീഷ്യന്മാർ വരുന്നത് വരെ ഈ മേഖലയിൽ പൂർണ്ണമായ രീതിയിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ തോതിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ദൗത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ മേഖലയിൽ ഇപ്പോഴും തുടരുന്നത്. 3 യൂണിറ്റ് ഫയർഫോഴ്സാണ്, ഈ തൃശ്ശൂരിലെ 3 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇപ്പോഴും ഈ മേഖലയിൽ തുടരുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇവിടേക്ക് പോകുന്ന വാൾവിൽ ഈ വാൾവ് ലീക്കേജ് ആണ് എന്നാണ് പോലീസ് അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നത്. എന്തായാലും ആ ശ്രമകരമായ ദൗത്യം തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ടെക്നീഷ്യൻ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ വാൾവിന്റെ ലീക്കേജ് പരിഹരിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് കടക്കും. എങ്ങനെയാണ് ഈ ഒരു തകരാർ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടാണ് തീരുമാനിക്കുക. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്. ഈ മേഖലയിൽ നിന്ന് പൂർണ്ണമായ ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞു. ശരി, ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ പെട്രോൾ പമ്പിലാണ് തീപിടുത്തമുണ്ടായത്. തീ പൂർണ്ണമായും അണച്ചെങ്കിലും വാതക ചോർച്ച ഇപ്പോഴും നിൽക്കുന്നു. ഒരു 15 മിനിറ്റിനകം തന്നെ ഈ വാതക ചോർച്ച പൂർണ്ണമായും പരിഹരിക്കാനാകുമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചത്. ഏതായാലും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്തുനിന്ന് ഊർജിതമായ ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നൽകുന്നത്. ഗതാഗത സംവിധാനം അടക്കം നിർത്തിവെച്ചാണ് ഇപ്പോൾ അവിടെ ഈ വാതക ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ വാതകം മറ്റിടങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ശ്രീകുമാരൻ അറിയിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.